ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇന്നലെ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് അറിയാം. അതിന് മുൻപത്തെ ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേരുടെ ഡൗട്ട്സ് കമന്റ് ആയിട്ട് വന്നിരുന്നു. അപ്പം അത് എനിക്ക് അറിയുന്ന പോലെ ഞാൻ ക്ലാരിഫൈ ചെയ്യായിരുന്നു ഇന്നലെ ചെയ്തത്. അപ്പം ഇന്നലെ ആ ചെയ്ത വീഡിയോയിലും ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പോർട്ട്ഫോളിയോ ചേഞ്ച് ആണ്. 1,00,000 രൂപയൊക്കെ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ ഇടിഞ്ഞു എന്ന് പറയുന്നുണ്ട്. 2 ലക്ഷം ഉണ്ടായിരുന്നു കുറഞ്ഞു എന്ന് പറയുന്നു. ഓരോ ആൾക്കാർ വലിയ രീതിയിൽ നഷ്ടം വന്നു എന്നാണ് എല്ലാവരും പറയണത്. അപ്പം അതെങ്ങനെയാണ് നഷ്ടം വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, റീബാലൻസ്ഡ് ആ സമയത്ത് നമുക്ക് കാണിച്ച വാല്യൂ ഇപ്പം നോക്കുമ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പല ആൾക്കാരും അന്ന് മൊത്തത്തിലുള്ള USD വാല്യൂവിൻ്റെ ഇത് മാത്രമേ നോക്കിയുള്ളൂ. ഓക്കെ, എനിക്ക് ഇത്ര ഡോളർ കിട്ടുമല്ലോ എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. ആ ഇത്ര ഡോളർ ഓരോരോ ടോക്കൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ടോക്കണിന്റെ ക്വാണ്ടിറ്റി എത്രയെന്ന് പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പം ആ ടോക്കണിന്റെ ക്വാണ്ടിറ്റി അറിയാൻ ഇപ്പം എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ സപ്പോർട്ട് ടിക്കറ്റ് റേസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. KYCയുടെ ഇഷ്യൂല് KYC ഞാൻ പറഞ്ഞല്ലോ, KYC മാൻഡേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരും. മേ ബി അവർ ഇനി സമയം തരുമായിരിക്കും, പ്രശ്നമില്ല. എന്തായാലും അവർക്ക് യൂസറിനെ നിലനിർത്തേണ്ട അത്യാവശ്യമായതുകൊണ്ട് തന്നെ KYCക്ക് നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് തന്നെ അവർ വീണ്ടും അലോ ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ടിക്കറ്റ് നമുക്ക് നേരിട്ട് മുൻപത്തെ പോലെ സപ്പോർട്ട് ടിക്കറ്റ് റേസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഈ റീസ്ട്രക്ചറിങ്ങിനെ സംബന്ധിച്ച് ഒരുപാട് ഡൗൺലോഡ് ഉണ്ട്. മേ ബി ഒന്ന് ഹോൾഡ് ചെയ്തൊക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് കുറെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ വെസ്റ്ററെക്സിന്റെ പ്ലാറ്റ്ഫോമിനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് വെസ്റ്ററെക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ആണ് ഞാൻ കാണിക്കുന്നത്. മൊബൈൽ ആപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും തോന്നുന്നുണ്ട്. ഇവിടെ കോൺടാക്ടേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും, എന്തൊക്കെയാണെന്നുള്ളത്. ഇവരിപ്പോഴും ഈ ഒരു പേജ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ ടിക്കറ്റ് റേസ് ഒക്കെ നോർമൽ ആവുമെന്ന് പ്രതീക്ഷിക്കാം. അതല്ല, ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചാറ്റ് ബോട്ടിനോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലൂടെ ഡയറക്റ്റ് ആയിട്ട് ടിക്കറ്റ് നമ്പർ ആയിട്ട് റേസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, നിങ്ങൾ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോം റീബാലൻസ് പോർട്ട്ഫോളിയോ എത്രയാണെന്ന് അറിയണം. ഒരുപാട് പേർക്ക് അതാണ് ഡൗട്ട്. കാരണം മുൻപ് പല ആൾക്കാരും ഈ വാല്യൂ മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ, മൊത്തം എത്ര USDT കിട്ടും എന്നുള്ളത്. അതിന്റെ എത്ര ടോക്കൺ ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ വലിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഒരു ടോക്കൺ, നിങ്ങളിലുള്ള ടോക്കണിന്റെ പ്രൈസ് ആ പറഞ്ഞ റീബാലൻസിങ് കാൽക്കുലേറ്റർ എത്രയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഒരു 1000 ഷിബായിനു ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 1000 ഷിബായിനുവിന് ഈ റീബാലൻസ് ചെയ്യുന്ന സമയത്ത് എത്ര രൂപയായിരുന്നു എന്നുള്ളതും ഇപ്പൊ എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പം ഈ 1000 ഷിബായിനു ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് അറിയാനാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെ അറിയാന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ 1000 ഉണ്ടാവും. അപ്പൊ അന്നും 1000 ആണോ എന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് തന്നെ നിങ്ങൾ ഹെൽപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ജസ്റ്റ് ഹെൽപ്പിനകത്ത് പോവാം. ഇവിടെ വേസറക്സിനെ തന്നെ ഈ ഹെൽപ്പ് എന്നുള്ള സെക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ കോൺടാക്ട് ചെയ്യുന്നിടത്ത് ഈ ഹെൽപ്പിൽ പോയിട്ട് ഈ പറഞ്ഞ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ റീബാലൻസ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീബാലൻസ്ഡ് പോർട്ട്ഫോളിയോ കാണാൻ പറ്റും. ഇനിയിപ്പം ഈ ഒരു ഓപ്ഷൻ വെബ്സൈറ്റ് അല്ല, മൊബൈലിലാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷനിലൂടെ ചെയ്യാൻ പറ്റും. മൊബൈലിലൂടെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് മൊബൈലിനകത്ത് നോക്കുമ്പോൾ ഇവിടെ സ്കീം ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നിങ്ങൾക്ക് മൊബൈൽ ആപ്പിന്റെ ഏതെങ്കിലും ഒരു മെനുവിൽ കാണാൻ പറ്റും. ആ സ്കീം ഓഫ് അറേഞ്ച്മെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 18th ജൂലൈയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ വാല്യൂ എത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ റീബാലൻസ്ഡ് NLPL എത്രയാണെന്നുള്ളതും അതിന്റെ USD 6.5 ആണ്. ഇതാണ് എൻ്റെ 17th ജനുവരി റീബാലൻസ് ചെയ്തപ്പോൾ വന്നത്. ഇത് റിക്കവറി ടോക്കൺ ആയിട്ട് വന്നിരിക്കുന്ന 14 ആണ്. ഈ $6 എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിക്കുകയാണ്. വെസറെക്സ് ടോക്കൺ ഇത്ര ഉണ്ടായിരുന്നു, ഒരു ഡോളർ USDT ഉണ്ട്, ETC ഇത്രയുണ്ട്, IOTX ഇത്രയുണ്ട്, XCC ഇത്രയുണ്ട്, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതൊന്ന് ക്രോസ് വെരിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഡൗൺ ആയെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മീം ടോക്കൺ വാങ്ങിയിട്ടുണ്ടാവും, നല്ല രീതിയിൽ ഡംപ് ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോക്കൺ വാങ്ങിയിട്ട് അതിപ്പം ഡീലിസ്റ്റ് ആയിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ കേസ് ആവാൻ സാധ്യതകളുണ്ട്. അപ്പം ഇതിനകത്തും ഇപ്പം പഴയ NLP പഴയ സാധനത്തിലും ഇപ്പൊ പുതിയതായിട്ട് കാണിക്കുന്നതിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്വിറ്ററിനകത്ത് ടാഗ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ടിക്കറ്റ് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൂടെ റേസ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ജസ്റ്റ് വെസറെക്സിനെ തന്നെ ട്വിറ്ററിനകത്ത് തന്നെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവർ റെസ്പോണ്ട് തരുന്നത് പ്രതീക്ഷിക്കാം, നമുക്ക് അറിയില്ല. സോ ഹോപ്പ്ഫുള്ളി അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ഇതാണ് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ നിങ്ങളുടെ വോളിയം നല്ല രീതിയിൽ മീൻസ് വാല്യൂ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടോക്കൺ എത്രയാണ്, അന്നത്തെ പ്രൈസ് എത്രയാണെന്ന് നോക്കുക. ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രൈസ് കിട്ടുമല്ലോ നിങ്ങൾക്ക്, അതിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ പോർട്ട്ഫോളിയോ വാല്യൂ കറക്റ്റ് ആണോ എന്ന് അറിയാൻ പറ്റും. അതേ ടോക്കൺ എന്ന് വെച്ച് നോക്കുമ്പോൾ എത്ര രൂപയാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇത്ര ഡൗൺ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് നോട്ട് ബിക്കോസ് ഓഫ് ഹാക്ക് നടന്നുകൊണ്ടാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ പമ്പായി നിൽക്കുന്ന സമയത്ത് നമുക്ക് വിറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന സാധനമായിരുന്നു. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് പറ്റിയില്ല. ഇപ്പം വീണ്ടും നമ്മൾ നഷ്ടത്തിലേക്കാണ് പോണത്. നഷ്ടത്തിലാണ് കുറേ പേര്. ഇനി വീണ്ടും അത് മേലേക്ക് പമ്പായി ആ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷെ അറ്റ് ദ മൂമെന്റ് ആ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വെസറെക്സിന്റെ ഈ ഒരു ഹാക്ക് കാരണം മിസ്സായി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം അതായിരുന്നു കുറെ കമന്റ്സ്. പിന്നെ ഈ പറഞ്ഞ KYCയുടെ കേസ് ഞാൻ പറഞ്ഞല്ലോ,
മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിലും ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും അവർ യൂസറിനെ വിടാൻ വേണ്ടി അവർ വിടില്ല, മീൻസ് കളയില്ല, ഓരോ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ടിക്കറ്റ് ഒക്കെ റേസ് ചെയ്ത് എന്തായാലും സംഭവം സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഗവൺമെന്റിന്റെ തന്നെ നിയമങ്ങളായിരുന്നു അത്. ഇനിയിപ്പം വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ വേറൊരു എന്നോട് ചോദിച്ചിരുന്നു, ഈ അഡ്രസ് കോഡ് ഞാൻ കേട്ടായിരുന്നു SRX പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ സംഭവം കണ്ടായിരുന്നു ക്രിപ്റ്റോ. ബട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നടപ്പുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ SRX ആണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. യൂസേഴ്സിന് ഗുണം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് കംപ്ലീറ്റ്ലി SRXനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, SRX ഗുണം ഉണ്ടെങ്കിൽ തരും തോന്നുന്നുണ്ടോ? അറിയില്ല, ലെറ്റ്സ് സി. അങ്ങനെ എന്തായാലും ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്, പ്രോപ്പർട്ടി ആണെന്ന് കാണിക്കുന്നത് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഈ ഒരു ക്വിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. ഒരുപാട് പേരുടെ ഈ ഒരു വാല്യൂ ടോക്കണിന്റെ പ്രശ്നം, ഇത്ര ടോക്കൺ ഉണ്ടായിരുന്നു, റീബാലൻസിൽ ഇത്രയാണ്, ഇപ്പൊ വീണ്ടും കുറഞ്ഞു എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഈ രണ്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെക്കുക, ടിക്കറ്റ് റേസ് ചെയ്യുക, ട്വിറ്ററിനകത്ത് ടാഗ് ചെയ്യുക. പറ്റിച്ചാൽ എന്നെ ടാഗ് ചെയ്ത കാര്യമില്ല, വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ്, ഇപ്പം ക്രിപ്റ്റോ ഇന്ത്യ അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരുണ്ട്. സോ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ടാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇഷ്യൂ ഇപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞ് റേസ് ചെയ്യാം. അപ്പം അവരെന്തെങ്കിലും അതിനൊരു സൊല്യൂഷൻ കാണും. നിങ്ങൾ ജസ്റ്റ് ഡബിൾ കൺഫേം ചെയ്യണം, റീബാലൻസ്ഡുള്ള അതേ വാല്യൂ ആണോ ഇപ്പോഴും കാണിക്കണമെന്ന്. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. വേറെ നല്ലൊരു വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.